സ്നേഹമുള്ള മാധ്യമ പ്രവർത്തകരെ, ഔദ്യോഗിക ഭാരവാഹികളെ, സ്നേഹമുള്ള സഹോദര വൈദികരെ, സിസ്റ്റേഴ്സ്, എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു സദ്വാർത്തയാണ് ക്രിസ്മസ്. ഞാൻ വൈകിട്ട് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സർവ്വലോകവും സന്തോഷം നൽകുന്ന ഒരു സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ബേത്ലഹേമിൽ പൂജാതനായിരിക്കുന്നു. ബേത്ലഹേം വളരെ പൂർവികമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ദാവീദിന്റെ പട്ടണമാണ് ബേത്ലഹേം. സോളമൻ ദാവീദിനെ ജനിക്കുന്നത് ബേത്ലഹേമിലാണ്. അതുകൊണ്ട് തന്നെ ബേത്ലഹേം യഹൂദ ചരിത്രത്തിലെ വളരെ തത്വസ്ഥാനമുള്ള ഒരിടമാണ്. ഈ ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദ ഹൗസ് ഓഫ് ബ്രെഡ്, അപ്പത്തിന്റെ വീട്. ഒരുപക്ഷെ യേശു തമ്പുരാൻ ഈ ലോകത്തിലെ തന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ ചെയ്ത അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണ് അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതം. 5 അപ്പോ 2 മീനുകൾ കുഞ്ഞാണ് അപ്പം കൊടുത്തത്. അതെടുത്ത് വാഴ്ത്തി മുറിച്ചെല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ ശേഷം ബാക്കി വന്നത് ശേഖരിക്കാൻ പറഞ്ഞപ്പോൾ 12 കൊട്ട നിറവ് ഉള്ള ബാക്കിയായി. ഈ നിറവിന്റെ കൊട്ടകളാണ് നമ്മുടെ ഒക്കെ ജീവിതം. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മുറിച്ച് പങ്കിടാനുള്ള വലിയ വെല്ലുവിളിയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറ്, മാതാപിതാക്കളുടെ മക്കൾക്ക് വേണ്ടി മുറിച്ച് പങ്കിടുന്നവരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ മുറിച്ച് പങ്കിടുന്നവരാണ്. താക്കോൽ സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ എല്ലാ പ്രവർത്തകരും, ഗവൺമെന്റ് ഒഫീഷ്യൽസ്, സാമൂഹ്യ സന്നദ്ധർ, എല്ലാവരും മുറിച്ച് പങ്കിടുന്നവരാണ്. ഈ മുറിച്ച് പങ്കിടാനുള്ള നമ്മുടെ വലിയ ഉത്തരവാദിത്തത്തെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തലാണ് ഈ ക്രിസ്മസ് കാലഘട്ടം. കേക്ക് മുറിക്കുന്നത് ഒരു അടയാളമാണ്. മുറിച്ച് പങ്കിടുന്ന മധുരം, അത് നമ്മുടെ ജീവിതത്തിൽ കുറിച്ച് പങ്കിടപ്പെടും മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്ന മാധുര്യത്തിന്റെ ഒരു പ്രതീകമാണ്. നക്ഷത്രം ഒരുപക്ഷെ വഴികാട്ടിയ നക്ഷത്രം. ആ നക്ഷത്രം കാട്ടിയ വഴി കൃത്യതയോടും വ്യക്തതയോടും കൂടെ കാര്യത്തൊഴുത്തിലേക്ക് അവരെ എത്തിച്ചു. യേശുവിനെ കാണാൻ വന്ന പൂജരാജാക്കന്മാർ, ചില പാരമ്പര്യങ്ങൾ അനുസരിച്ച് ഒരു രാജാവ് നമ്മുടെ നാട്ടിൽ നിന്നാണോ ഇന്ത്യക്കാരിലാണോ പൂജ രാജാക്കന്മാർ. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്മസ് അന്വേഷണത്തിന്റെ ഒരു വലിയ തീർത്ഥാടനമാണ്. എന്തിനാണ് അന്വേഷിക്കുന്നത്? മറ്റുള്ളവർക്ക് ഇടം കൊടുക്കാൻ, മറ്റുള്ളവർക്ക് കരം കൊടുക്കാൻ, മറ്റുള്ളവർക്ക് കരുത്തു പറയാൻ. ക്രിസ്മസിനെ എല്ലാവരും മതത്തിനൊക്കെ അതീതമായിട്ട് സ്വീകരിക്കുന്നത് നക്ഷത്രവിളക്ക് പോലെ നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് വഴികാട്ടട്ടെ. ആട്ടിടയന്മാരെ പോലെ നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് അത്യാവശ്യങ്ങളിൽ ഇടമായി തീരാൻ കാരണമാകട്ടെ. ക്രിസ്മസ് കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ
ഈ മഹാജൂബിലിയുടെ വർഷം 2025 മഹാജൂബിലിയുടെ വർഷമാണ്. എടുത്ത മുദ്രാവാക്യം എന്താണ്? പ്രത്യാശയുടെ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്, പക്ഷേ നമ്മൾ പ്രത്യാശയോടുകൂടെ തീർത്ഥാടനം ചെയ്യണം. എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വസ്ഥതയല്ല സമാധാനം. സമാധാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ പരസ്പരം താങ്ങാകാൻ, തണലാകാൻ, കരം കൊടുക്കാൻ, കരുത്തു പകരാൻ നമ്മൾ കാണിക്കുന്ന ഒരു സന്മനസ്സാണ്. സന്മനസ്സുള്ളവർക്കാണ് സമാധാനം. ക്രിസ്മസിൽ എപ്പോഴും ഒരു എക്സ്ട്രാ മൈലുണ്ട്. നിന്റെ കൂടെ ഒരു മൈൽ യാത്ര ചെയ്യാൻ പറയുന്നവരുടെ കൂടെ നീ ഒരു മൈലും കൂടെ യാത്ര ചെയ്യണം. ഒരു എക്സ്ട്രാ മൈലുണ്ട്. ക്രിസ്മസ് അതാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വഴി നോക്കുമ്പോഴും ക്രിസ്മസ് സ്കൂൾ ഉണ്ടാക്കുമ്പോഴും ആളുകൾ ക്രിസ്മസില് സന്തോഷം പ്രകടിക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, ആ ക്രിസ്മസ് സ്കൂൾ ഉണ്ടാക്കുന്ന എല്ലാവരും ക്രിസ്ത്യാനികളാണോ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല. അല്ല, പലരും അല്ല. പക്ഷെ ക്രിസ്മസ് അവർക്ക് നൽകുന്ന ഒരു സന്ദേശം, അവർക്ക് നൽകുന്ന ഒരു വെളിച്ചം, മറ്റുള്ളവരിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു വെളിച്ചം, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു വെളിച്ചം, മറ്റുള്ളവർക്ക് വഴി കൊടുക്കാനും കരം കൊടുക്കാനും ഒക്കെയുള്ള ഒരു ഇഷ്ടം. അതുകൊണ്ട് ക്രിസ്മസ് ഈ ഒരു മനോഭാവത്തിലേക്കുള്ള നമ്മുടെ വലിയ തീർത്ഥാടനമായിട്ട് മാറാനായിട്ട് ദൈവം ഇടവരുന്നു ചെയ്യുന്ന പ്രാർത്ഥന. സന്മനസ്സോടുകൂടി നമുക്ക് തീർത്ഥാടനം ചെയ്യാം. പ്രത്യാശയുടെ പ്രവാചകന്മാരും പ്രേക്ഷിതരും തീർത്ഥാടകരുമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. പ്രതിസന്ധികൾ ധാരാളം നമുക്കുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒക്കെ നടുവിലും ദൈവം നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം നമ്മളെ മറന്നിട്ടില്ല, ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം അത് വരുന്നുണ്ട്. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വലിയ അടയാളമായിട്ട് നമുക്ക് തീരാൻ ഈ ക്രിസ്മസ് കാലഘട്ടം കഴിയത്തുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടെ മാധ്യമ പ്രവർത്തകരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തരുന്ന വലിയ കരുത്ത്, വലിയ ഇടം, ഏറെ സ്നേഹത്തോടും കടപ്പാടുകളുമായി ഒന്നുകൂടെ ഓർക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ വാർത്തകളും നൽകുന്നതിനും ഇതിനാവശ്യമായ വിധത്തിൽ മറ്റുള്ളവരെ എത്തിക്കാൻ നിങ്ങൾ നടത്തുന്ന ഞങ്ങളോട് കാണിക്കുന്ന ഒരു ഇഷ്ടത്തിനൊക്കെ എല്ലാവരും പേരിലും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട്